നടത്തുന്ന മുഖാമുഖം പരിപാടിയിൽ തിരുവനന്തപുരത്ത് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ പ്രഭാത ഭക്ഷണം കഴിക്കുന്ന ഒരു വേദിയിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ 14 ജില്ലകളിൽ നിന്നും ഒരുപാട് ഭിന്നശേഷികൾ ഈ ഒരു പരിപാടിക്ക് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഈ ഭക്ഷണം കഴിക്കുന്ന ഈ ഒരു കാഴ്ച ഒന്ന് കാണാം. ഇവിടുത്തെ വിഷയം ഞാൻ കാണിച്ചു തരാം. എവിടെ ഇപ്പോൾ വരികയാണോ? ഞങ്ങൾ വന്ന വഴിയാ, കയറിയേ ഉള്ളൂ. നേരെ കയറിയിട്ട് ഈ പ്രഭാത ഭക്ഷണത്തിലാണ് വന്നിരിക്കുന്നത് അല്ലേ? ആരൊക്കെയുണ്ട് ഇവിടെ? ആരൊക്കെയുണ്ട്? വൈഫുണ്ട്, നമ്മുടെ സൊസൈറ്റിയിലെ ആൾക്കാരും ഉണ്ട് അല്ലേ? ട്രെയിനാണ് വന്നേ? അല്ല, കാരണം വന്നേ അല്ലേ? മുഖ്യമന്ത്രി നടത്തുന്ന ഈ മുഖാമുഖ പരിപാടിയിലേക്ക് നമ്മൾ ആദ്യം എത്തിക്കഴിഞ്ഞാൽ പ്രഭാത ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് മുഖ്യമന്ത്രി മുഖാമുഖം നടത്തുന്ന ഈ ഒരു ഹാളിലേക്ക് ഓരോരുത്തരെയായി കൊണ്ടുപോകുന്നത്. അതിനുശേഷം ഒരു 10-15 മിനിറ്റ് നമ്മൾ ഈ ഒരു ഹാളിൽ നിന്ന് പിന്നെ മുഖ്യമന്ത്രി വന്നു. സ്വാഗത പ്രസംഗം അതുപോലെ അധ്യക്ഷ പ്രസംഗമൊക്കെ കഴിഞ്ഞതിന് ശേഷം മുഖ്യമന്ത്രിയുടെ പ്രസംഗം നടന്നു. ഈ ഹാളിലേക്ക് എത്തിക്കഴിഞ്ഞതിന് ശേഷം 50ഓളം ഭിന്നശേഷിയുള്ളവർക്ക് മാത്രമാണ് മുഖ്യമന്ത്രിയുമായി ചോദ്യങ്ങൾ ചോദിക്കാൻ അവസരമുണ്ടായത്. അതിനിടയ്ക്ക് മീഡിയകൾ ഭിന്നശേഷിയുള്ളവരുടെ അഭിപ്രായങ്ങൾ ചോദിക്കുന്നത് നമുക്കിവിടെ കാണാമായിരുന്നു. 52 പേർക്കാണ് ഇവിടെ ചോദ്യങ്ങൾ ചോദിക്കാൻ അവസരമുണ്ടായത്. 52 പേരുടെ ചോദ്യങ്ങളും അതുപോലെ തെരഞ്ഞെടുത്ത സംഘടനാ പ്രതിനിധികൾക്കും വ്യക്തികൾക്കും ഒരു 3 മിനിറ്റും ഇങ്ങനെയാണ് അവിടെ ക്രമീകരണം നടത്തിയത്. ഈ 52 പേരുടെ ചോദ്യങ്ങൾക്കും മുഖ്യമന്ത്രി മറുപടി പറയുന്നുണ്ട്. അതിൻ്റെ ഒരു മുഖ്യമന്ത്രിയുടെ പൂർണ്ണ പ്രസംഗം ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ഒട്ടനവധി ഭിന്നശേഷിയുള്ളവരാണ് ഇതിൽ പങ്കെടുത്തത്. ഈ ഒരു പരിപാടി ഭിന്നശേഷിയുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ സർക്കാരുകൾ മാറ്റട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷയാണ്. അവിടുത്തെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങൾക്കും അനുസരിച്ച് സർക്കാരിൻ്റെ പദ്ധതികൾ നടപ്പാക്കട്ടെ. അത് എത്രയും വേഗം നടപ്പാക്കാൻ സർക്കാർ മുന്നോട്ട് വരണമെന്നാണ് നമുക്കും ഈ ഒരു വീഡിയോയിലൂടെ പറയാനുള്ളത്. അപ്പോൾ തുടർന്ന് നമുക്ക് വീഡിയോ കാണാം. നമ്മൾ സംസാരിച്ചവരെല്ലാം പറഞ്ഞത് ഈ നവീന ആശയത്തെ എല്ലാവരും പിന്തുണയ്ക്കുന്നുണ്ട്. നമ്മളിവിടെ പങ്കെടുക്കുന്നത് വ്യക്തിപരമായ സങ്കടങ്ങൾ പറയാൻ മാത്രമല്ല, ഈ മേഖലയിൽ അനുഭവിക്കുന്നവരുടെ സങ്കടങ്ങൾ പങ്കുവയ്ക്കാൻ കൂടിയാണ്. അവസരം കിട്ടിയാൽ എന്തൊക്കെയായിരിക്കും പറയുക? ഇപ്പോൾ ഭിന്നശേഷിയുള്ളവർ വരുന്ന ഒരുപാട് പ്രശ്നങ്ങൾ. ഒന്നാമത് നമ്മുടെ സംസ്ഥാനം പൂർണ്ണമായി ഭിന്നശേഷി സൗഹൃദമാക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ വലിയ ഇടപെടലുകൾ നടത്തുന്നുണ്ടെങ്കിലും പൂർണ്ണമായി അത് എവിടെയും ആയിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. പയ്യെ വരും എന്നുള്ള പ്രതീക്ഷയിലാണ്. അപ്പോൾ നമുക്ക് പ്രധാനമായി പറയാനുള്ളത്, നമ്മുടെ സംസ്ഥാനത്ത് ഭിന്നശേഷിയുള്ളവർക്ക് വീൽചെയറുമായി ആരുടെ സഹായമില്ലായും സഞ്ചരിക്കാൻ കഴിയാവുന്ന ഒരിടമാക്കി അത് സമയബന്ധിതമായി തീർക്കുക എന്നുള്ളതാണ്. കാര്യങ്ങൾ ഒരു മെല്ലെപ്പോക്ക് ഒഴിവാക്കി അത് പെട്ടെന്ന് തീർക്കുക. അങ്ങനെ ആകുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് എനിക്ക് പ്രധാനമായിട്ട് ഈ ഒരു മുഖാമുഖത്ത് പറയാൻ വേണ്ടി നമ്മൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഓരോന്നായി പ്രതികരിക്കാനല്ല ഞാൻ സമീപിക്കുന്നത്. ഇങ്ങനെ ലോകത്തിൽ വെക്കുന്ന നിർദ്ദേശങ്ങൾ ഭാവി പ്രവർത്തനങ്ങൾക്ക് വലിയ തോതിൽ സഹായകമാണ്. അതെല്ലാം ഗൗരവമായി പരിഗണിക്കുന്ന ആവശ്യമായ തീരുമാനങ്ങൾക്ക് വേണ്ടി ചർച്ച ചെയ്യുന്ന നിലയിലാണ് കൊണ്ടുവരുന്നത്. ഇവിടെ കഴിഞ്ഞ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ചൂണ്ടിക്കാണിച്ചൊരു കാര്യമാണ് ഭിന്നശേഷിക്കാരുടെ സമഗ്രമായ ഉന്നമനം ലക്ഷ്യമാക്കി കുടുംബശ്രീ മാതൃകയിൽ ഭിന്നശേഷി സ്വയം സഹായ സംഘങ്ങൾ ആരംഭിക്കുമെന്ന്. ഇപ്പോൾ ഇതിന്റെ പ്രാഥമികമായ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കരട് ബൈലോ തയ്യാറാക്കി കഴിഞ്ഞു. ഇനി തുടർന്നുള്ള ചർച്ചകൾക്ക് ശേഷം ആവശ്യമായ നടപടി കൈക്കൊള്ളാവുന്ന അവസ്ഥയിലാണ് വരുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് വിവിധ കേന്ദ്രങ്ങളിൽ ഭിന്നശേഷിക്കാർ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾ അത്
മാർക്കറ്റ് കണ്ടെത്തൽ ഒരു പ്രശ്നമായിട്ടുള്ളതാണ്. അപ്പോൾ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തി ബ്രാൻഡിംഗ് നടത്താൻ നമുക്ക് കഴിയും. ഈ ഭിന്നശേഷി സ്വയം സഹായ സംഘങ്ങളിലൂടെ ഇവയുടെ മാർക്കറ്റിംഗ് നടത്താൻ സാധിക്കും. ആ സംഘങ്ങൾക്ക് ഇത് വിപണിയിൽ എത്തിക്കാൻ കഴിയും. അപ്പോൾ ഭിന്നശേഷിക്കാർ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് കൃത്യമായി മാർക്കറ്റ് കണ്ടെത്താൻ സർക്കാർ സ്ഥാപനങ്ങൾ വഴിയും പൊതുവിതരണ കേന്ദ്രങ്ങൾ വഴിയും അവ വിതരണം ചെയ്യാൻ എങ്ങനെ കഴിയുമെന്ന ആലോചനകളും നടക്കുന്നു. ഇവിടെ സംഭരണവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഉന്നയിക്കുകയുണ്ടായി. 2016 ഭിന്നശേഷി അവകാശ നിയമപ്രകാരമുള്ള സംഭരണാനുകൂല്യം ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് തസ്തികകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തി ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. നേരത്തെ പറഞ്ഞു 1263 തസ്തികകളാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. കൂടുതൽ തസ്തികകൾ കണ്ടെത്തുന്നതിനുള്ള നടപടികളാണ് സ്വീകരിക്കുന്നത്. സർക്കാർ സ്ഥാപനങ്ങളിൽ ഭിന്നശേഷി അവകാശ നിയമപ്രകാരം സർക്കാർ എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന പദത്തിന്റെ നിർവചനത്തിൽ വിടുന്ന സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ സർക്കാർ സ്ഥാപനങ്ങളിൽ ഈ ഭിന്നശേഷി അവകാശ നിയമപ്രകാരം സർക്കാർ എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന നിർവചനത്തിൽ ഉൾപ്പെടുന്ന സ്ഥാപനങ്ങളിലെ നിയമനങ്ങൾക്ക് ഭിന്നശേഷി സംവരണം നടപ്പിലാക്കുകയാണ്. ഇവിടെ വകുപ്പുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ പറയുകയില്ല. അതിൽ ആരോഗ്യവകുപ്പ് വിവരിച്ചതല്ല, സാമൂഹ്യനീതി വകുപ്പ് വിവരിച്ച് വനിതാ ശിശു വികസന വകുപ്പ് രൂപീകരിച്ചതോടെ സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിൽ ഭിന്നശേഷി വിഭാഗം ഉൾപ്പെടെ 4 വിഭാഗക്കാരുടെ വികസനക്ഷേമ പദ്ധതികളാണ് ആവിഷ്കരിച്ച് നടപ്പാക്കി വരുന്നത്. നേരത്തെ സാമൂഹ്യനീതി വകുപ്പ് ഒരു ഘട്ടത്തില് ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ വകുപ്പിലായിരുന്നു മാത്രമേ. അത് ആരോഗ്യവകുപ്പിന്റെ ഭാഗമല്ല, വകുപ്പ് പോലെ സാമൂഹ്യനീതി വകുപ്പ് വിവരിച്ച് രണ്ടായിരുന്നു. ഇതിന് ഭിന്നശേഷിക്കാർക്ക് ഇപ്പോൾ പ്രത്യേക വകുപ്പില്ലെങ്കിലും ഭിന്നശേഷിക്കാരുടെ ക്ഷേമ പദ്ധതികൾ കൃത്യമായി നടപ്പിലാക്കി വരുന്നു. അത് സാമൂഹ്യനീതി വകുപ്പാണ് ഇപ്പോൾ അത് കൈകാര്യം ചെയ്യുന്നത്. പുതിയ വകുപ്പിന്റെ ആവശ്യം അത് കാലത്തിലുള്ള ചർച്ച വെച്ച് അതിന്റെ ഭാഗമായിട്ടുള്ള തീരുമാനമെടുക്കുന്നതായിരിക്കുന്നതാണ്. അതോടൊപ്പം പറഞ്ഞൊരു കാര്യമാണ്, ഈ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ഭിന്നശേഷി സംവരണം. ഇത് ആവശ്യം ന്യായമായിട്ടുള്ളതാണ്. പക്ഷേ ഇങ്ങനെ സംവരണം നിർബന്ധമാക്കുന്നതിന് നിയമപരമായി ഇപ്പോൾ കഴിയാതെ തന്നെയാണ്. സ്വകാര്യ മേഖലയിൽ ഭിന്നശേഷിക്കാർക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന മികച്ച തൊഴിൽ ദാതാവിന് ഭിന്നശേഷി അവാർഡ് ഇപ്പോൾ വരുന്നത്. അത് പ്രോത്സാഹിപ്പിക്കാനാണ്. ഭിന്നശേഷി സംവരണം, ഭിന്നശേഷിക്കാർക്ക് തൊഴിൽ നൽകൽ, അത് പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് അത്തരത്തിലുള്ള സ്ഥാപനങ്ങൾക്ക്, അങ്ങനെ ചെയ്യുന്ന സ്ഥാപനങ്ങൾക്ക് അവാർഡുകൾ നൽകുന്നത്. കൂടുതൽ ഭിന്നശേഷിക്കാരെ
തൊഴിൽ നിയോഗിക്കുന്നവർക്ക് ഇൻസെന്റീവ് നൽകുന്ന കാര്യവും നമുക്ക് പരിശോധിക്കാം. മറ്റു കാര്യങ്ങൾ ഇനി ചില കടമകൾ കടക്കാനുണ്ട്. അത് സർക്കാരിന് വിയോജിപ്പുള്ളൊരു കാര്യമല്ല, എങ്കിലും ആ കടമകൾ കടക്കാനുള്ള ഘട്ടം കൂടി എത്തിയത് നമ്മൾ കാണും. പിന്നെ ഇവിടെ ഇല്ലാമെല്ലാം എഫ്ടിഒസിസ് ഭിന്നശേഷി പട്ടിക ഉൾപ്പെടുത്തലുമായി ബന്ധപ്പെട്ടത് ഭിന്നശേഷി അവകാശ നിയമം നമ്മുടെ സംസ്ഥാന നിലയല്ല, അത് കേരള നിയമമാണ്. ഈ നിയമമനുസരിച്ചാണ് എല്ലാവരും പറഞ്ഞ 21 ഭിന്നശേഷി വിഭാഗങ്ങൾ നിലവിലുള്ളത്. അത് കൂട്ടിച്ചേർക്കൽ നടത്താൻ കേരള അസംബ്ലിക്ക് അധികാരമില്ല. ആ അധികാരം പാർലമെന്റ് മാത്രമേ ഉള്ളൂ. ഇല്ലാതെല്ലോ എഫ്ടിഒസിസ് എന്ന അപൂർവ തൊഴിലുള്ളവരെ ഇപ്പോഴത്തെ ഈ പട്ടികയിൽ ഭിന്നശേഷിക്കാരായി പരിഗണിക്കാനാവില്ല. നമുക്ക് ചെയ്യാൻ കഴിയുന്നത് അവർക്ക് പ്രത്യേക സഹായങ്ങൾ നൽകാൻ കഴിയണം. അത് നമുക്ക് പരിശോധിക്കാം. അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാം. അതേപോലെ തന്നെ ഇപ്പൊ PSC ലിസ്റ്റിന്റെ പ്രശ്നം, ഇതില് നിലവിലുള്ള വ്യവസ്ഥ പ്രകാരം ഏതെങ്കിലും ഒരു വിഭാഗം ഭിന്നശേഷിക്കാർ PSC ലിസ്റ്റിൽ ഉൾപ്പെട്ടില്ലാതെ വിചാരിക്കും. അങ്ങനെ ഉൾപ്പെടുന്നില്ലെങ്കിൽ ആ ഒഴിവ് മാറ്റിവെക്കും. അതായത് ആവശ്യമായ ഭിന്നശേഷിക്കാരെ ആ വിഭാഗത്തിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ അത് മാറ്റിവെക്കും. അതൊരു തവണ അടുത്ത റിക്രൂട്ട്മെന്റിലും ആ വിഭാഗത്തിന് ഉദ്യോഗാർത്ഥി ഇല്ലാത്ത പക്ഷം മറ്റൊരു ഭിന്നശേഷി വിഭാഗത്തിന് പരിഗണിക്കാൻ കഴിയും. അപ്പൊ ആദ്യത്തെ വിഭാഗത്തിലില്ല, രണ്ടാമത്തെ വിഭാഗത്തെ പരിഗണിച്ചു, രണ്ടാമത്തെ വിഭാഗത്തിൽ വരിക എന്ന് വരുമ്പോൾ പൊതുവിഭാഗത്തിൽ നിയമനം നടത്താം എന്നാണ് ഇപ്പോൾ ഉള്ള ഭിന്നശേഷി നിയമത്തിലെ വ്യവസ്ഥ. ഇതിൽ സംസ്ഥാന എല്ലാം മാറ്റം വരുത്തരുത്. അത് നിയമപരമായി നിലനിൽക്കുന്ന ഒരു വ്യവസ്ഥയാണ്. ആ മാറ്റം വരുത്താൻ സംസ്ഥാന സർക്കാർ അധികാരമില്ല. ഇപ്പൊ കേരള സർക്കാർ 2019 ഭിന്നശേഷി സംവരണം 4% ഉയർത്തിയത്. 2014 ഭിന്നശേഷി അവകാശ നിയമം നിലവിൽ വന്നതിന് ശേഷം 4ാമത്തെ വിഭാഗം ഭിന്നശേഷിക്കാർക്ക് ലഭിച്ചിട്ടുള്ള നിയമനത്തിന്റെ കണക്കുകൾ പരിശോധിച്ച് അതിൽ ബാക്ക്ലോഗ് ഒഴിവുകളുണ്ടെങ്കിൽ നികത്തുന്നതിന് നടപടികൾ സ്വീകരിക്കും. അതങ്ങനെയാണ് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് വേണ്ടി വരും. അതിനാവശ്യമായ നടപടി സർക്കാർ സ്വീകരിക്കുന്നതാണ്. ഇവിടെ തെറാപ്പി സെന്ററുകളുടെ കാര്യം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഇപ്പോൾ നിപ്മർ, നിഷ്, ഐക്കോൺസ്, ഇംപാക്സ്, സ്റ്റേറ്റ് ഇനിഷ്യേറ്റീവ് ഓൺ ഡിസബിലിറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന റീജിയണൽ ലേണിംഗ് ഇന്റർവെൻഷൻ സെന്ററുകൾ, ഇവയെല്ലാം മുഖേന ഭിന്നശേഷിക്കാർക്ക് ആധുനിക തെറാപ്പി സൗകര്യങ്ങൾ നൽകി വരുന്നു. സമഗ്ര ശിക്ഷ കേരളത്തിന്റെ നേതൃത്വത്തിൽ എല്ലാ ബ്ലോക്ക് റിസോഴ്സ് സെന്ററുകളിലും ഭിന്നശേഷി കുട്ടികൾക്കായുള്ള തെറാപ്പി സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ സെന്ററുകൾ ആരംഭിക്കുന്ന കാര്യം ഗൗരവമായി തന്നെ സർക്കാർ പരിശോധിക്കുന്നതുമാണ്. ഇവിടെ ഭിന്നശേഷിക്കാർക്കുള്ള സർക്കാർ ആനുകൂല്യങ്ങൾക്ക് ആധികാരിക രേഖയായി UDID കാർഡ് നിശ്ചയിച്ചുകൊണ്ട് 2023 ജൂൺ 22 സർക്കുലർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇതെവിടെയെങ്കിലും നടപ്പാക്കാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ നടപ്പാക്കാത്തവർക്കെതിരെ കർശന നടപടി എടുത്തിട്ടുണ്ട്. നമ്മുടെ സാമൂഹ്യക്ഷേമ പെൻഷന്റെ കാര്യം, ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ വാങ്ങുന്നതിനേക്കാളും അത്
അത് കൃത്യമായി നൽകണമെന്ന് നിർബന്ധമുള്ള ഒരു സർക്കാരാണ് നമ്മുടെ സംസ്ഥാനത്ത് അധികാരമുള്ളത്. പക്ഷേ വല്ലാതെ സാമ്പത്തികമായി ഞെരുങ്ങുന്ന ഒരവസ്ഥയാണ് നമ്മുടെ സംസ്ഥാനത്തിപ്പോൾ. സംസ്ഥാനത്തിന്റെ നിത്യനിദാന ചെലവുകൾ പോലും നടത്താൻ പറ്റാത്ത തരത്തിലുള്ള സാമ്പത്തിക ഞെരുക്കമുണ്ടാകുന്നത്. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? കയ്യിലുള്ള വരുമാനത്തിന്റെ ഭാഗമായിട്ടാണല്ലോ ചെലവുകൾ. ഈ സംസ്ഥാനത്തിന്റെ കയ്യിലുണ്ടാകുന്ന വരുമാനം അത് സംസ്ഥാനം ഉണ്ടാക്കുന്ന തനതായ വരുമാനം മാത്രമല്ല, സംസ്ഥാനം ഉണ്ടാക്കുന്ന വരുമാനം ആ വരുമാനം നല്ല രീതിയിൽ നമ്മൾ ഉണ്ടാക്കുന്നത് അല്ല, മികവാർന്ന വരുമാനം തന്നെയാണ് നോക്കുന്നത്. അതിന്റെ വരുമാനം വർദ്ധിക്കുകയുള്ളത് കുറഞ്ഞിട്ടില്ല. എന്നിട്ടുകൊണ്ടാണ് നമ്മൾ സാമ്പത്തിക പ്രയാസം പറയുന്നത്. ഇതിന്റെ കൂടെ ചേരേണ്ട കാര്യങ്ങൾ, അതിന്റെ കൂടെ ചേരേണ്ട ഒരു കാര്യം, സാധാരണഗതിയിൽ നമ്മുടെ നികുതി, നമ്മൾ കൊടുക്കുന്ന നികുതി, ആ നികുതി അതിന്റെ പ്രധാന ഭാഗമൊക്കെ പോകുന്നത് കേന്ദ്ര ഗവൺമെന്റ് കയ്യിലാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ കയ്യിലെത്തുന്ന നികുതി സംസ്ഥാനങ്ങൾക്ക് വീതിച്ചു കൊടുക്കുകയാണ്. ആ വീതിച്ചു കൊടുക്കൽ സാധാരണ തരത്തിൽ മാനദണ്ഡമനുസരിച്ചാണ് ചെയ്യുന്നത്. അതിനകത്ത് മറ്റ് ആക്ഷേപങ്ങൾ ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ പ്രശ്നം നമുക്ക് മാനദണ്ഡമനുസരിച്ച് കിട്ടുന്നില്ല എന്നുള്ളത്. എന്താ മാനദണ്ഡം? ജനസംഖ്യതയാണ്. ഇപ്പൊ ജനസംഖ്യാനുപാതികമായി നമുക്ക് ആ വിഹിതം കിട്ടുന്നില്ല. അതേസമയം മറ്റു ചില സംസ്ഥാനങ്ങൾ അവര് ഈ മാനദണ്ഡപ്രകാരം കിട്ടേണ്ടതിനേക്കാളും കൂടുതൽ, ചിലപ്പോൾ ഇരട്ടിയും അതിന് കൂടുതൽ കിട്ടുന്നവരാണ്. അപ്പോൾ കേന്ദ്ര സർക്കാർ അതിലൊരു തങ്ങൾക്ക് വേണ്ടപ്പെട്ടതിൽ നിന്നും വേണ്ടാത്തവരിൽ നിന്നുമുള്ള ഒരു നിലപാടെടുക്കുന്നു. ഈ വേണ്ടാത്തവർ എന്ന നിലയിലാണ് നമ്മൾ കുറെ സംസ്ഥാനങ്ങളെ കാണും. അതിൽ ഏറ്റവും കൂടുതൽ കൃഷി അനുഭവിക്കുന്നത് കേരളത്തിലാണ്. ഇതിന്റെ ഭാഗമായി കിട്ടേണ്ട ഒരു ഭാഗം പൈസ കിട്ടുന്നില്ല. പിന്നെ നമ്മൾ നടത്തുന്ന പ്രവൃത്തികൾ, സംസ്ഥാനം ഒറ്റ നടന്ന പ്രവൃത്തികൾക്ക് സംസ്ഥാനവും കേന്ദ്രവും കൂടി നടന്ന പ്രവൃത്തികൾ, സംസ്ഥാനവും കേന്ദ്രവും കൂടി നടന്ന പ്രവൃത്തികൾ സംസ്ഥാനമാണ് പണമാദ്യം ചെലവഴിക്കുക. പിന്നെ കേന്ദ്രത്തോട് ചെലവഴിച്ച പണം തിരികെ ആവശ്യമുള്ളൂ. ആ പണം തരുന്നില്ല, കുടിശ്ശികയായി കിടക്കുക. ഇതൊക്കെ ചെറിയ സംഖ്യയല്ല, വലിയ സംഖ്യകളാണ്. ഇതിന് പുറമെയാണ് കടം. ആധുനിക കാലത്ത് എല്ലാ കാലത്തും കാര്യങ്ങൾ നിർവഹിച്ചു പോകുന്നതിന് ഈ വരുമാനത്തോടൊപ്പം പദ്ധതികൾ നടപ്പാക്കുന്നതിന് കടം എടുക്കേണ്ടതായിരിക്കും. സംസ്ഥാനത്തിന് ഭരണഘടനയുടെ അധികാരമാണ് കടമെടുക്കാൻ. നമ്മളതിന് പ്രത്യേക നിയമം പാസാക്കിയില്ല. പക്ഷെ ഭരണഘടനാ വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായി സംസ്ഥാനം ഇതിനെ കടമെടുക്കാൻ പാടുള്ളൂ എന്ന വ്യവസ്ഥ കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവരിക. അങ്ങനെ വന്നപ്പോൾ നമ്മളെ കടമെടുക്കാനുള്ള പരിധികൾ കൊണ്ടുപോകണം. ഇത് ചെറിയ പ്രശ്നങ്ങളെല്ലാം നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ 2016 LDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. അതിനുശേഷമുള്ള കണക്കുകൾ പരിശോധിച്ചാൽ എത്രയാണ് പണം കുറഞ്ഞത് എന്നത് സുപ്രീം കോടതിയുടെ മുന്നിൽ കേരള ഗവൺമെന്റ് ആധികാരികമായി പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. അത് ചെറിയ സംഖ്യയല്ല, 1,07,500 കോടിയിൽ പരം രൂപയാണ്. 1,07,500 കോടിയിൽ പരം രൂപ 7 വർഷം കൊണ്ട് നമുക്ക് കിട്ടേണ്ടത് കിട്ടാത്ത അവസ്ഥ പറഞ്ഞാൽ ഉള്ള നമ്മുടെ സ്ഥിതിയിൽ ആലോചിച്ചു. ഈ വന്നിട്ടുള്ള കുറവാണ്. ഇപ്പോ
ഉള്ള കാര്യങ്ങളാണ് നേരത്തെ ഞാൻ പറഞ്ഞത്. ആ കാര്യത്തിൽ വലിയ തോതിലുള്ള പ്രവർത്തനങ്ങൾ ഇതിന്റെ ഭാഗമായിട്ടാണ് സംസ്ഥാനത്തിന് സുപ്രീം കോടതിയിലടക്കം ഈ ഭരണഘടനാ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേസ് കൊടുക്കേണ്ടതായുള്ളത് സുപ്രീം കോടതിയുടെ പരിശോധനകൾ കിടക്കുക. ഇതിന്റെയൊക്കെ ഭാഗമായി വരുന്നതാണ് നമുക്കുള്ള ചെലവുകൾ നിർവഹിക്കുന്നതിന് ആവശ്യമായ പണം കയ്യിൽ കിട്ടാറുണ്ട്. അതുണ്ടാകുന്ന പ്രയാസം അതാണ്. ഇത്തരം കാര്യങ്ങൾക്കുള്ള വിഷമം നമ്മൾ കാണണം. എന്നാൽ ഈ പറയുന്ന നമ്മുടെ സാമൂഹ്യക്ഷേമ പെൻഷന്റെ ഭാഗമായി പെൻഷൻ ലഭിക്കേണ്ടവർക്ക് കൃത്യമായി പെൻഷൻ നൽകുന്ന സ്ഥിതിയായിട്ടുണ്ടാകും. ഇത് നോക്കേണ്ട കാര്യം ഈ പെൻഷൻ വളരെ ചെറിയൊരു ഭാഗം കേന്ദ്ര ഗവൺമെന്റിലുണ്ട്. അതും കൃഷിയെ കൊടുത്തു കഴിഞ്ഞ സംഖ്യ വലിയ തോതിൽ കിട്ടാൻ ബാക്കി കിടക്കുകയാണ്. അതും കൃഷിയെ കിടക്കുകയാണ്. കൃത്യമായി കൊടുക്കുന്ന നിലപാട് തന്നെയാണ് സ്വീകരിക്കാൻ സംസ്ഥാന സർക്കാർ ആഗ്രഹിക്കുന്നത്. അത് ആ നിലക്ക് നടപ്പാക്കാൻ തന്നെയാണ് സർക്കാർ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ UDAD രജിസ്ട്രേഷന്റെ സാങ്കേതിക അവസരങ്ങൾ കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ മുഖേനയാണ് UDAD കാർഡുകൾ ലഭ്യമാക്കുന്നതിന് പ്രത്യേക ഡ്രൈവ് നടപ്പാക്കുന്നത്. ആരോഗ്യവകുപ്പിന്റെയും തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെയും സഹകരണത്തോടെ പ്രത്യേക ക്യാമ്പുകൾ സംഘടിപ്പിക്കും. UDAD കാർഡുകൾ തത്സമയം നൽകുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് വരുന്നില്ല രജിസ്ട്രേഷന്റെ സാങ്കേതിക പ്രശ്നം ഒഴിവാക്കുന്നതിന് അതത് സമയങ്ങളിൽ ആവശ്യമായ ഇടപെടലുകൾ നടത്താൻ നിർദ്ദേശം നൽകുകയും ചെയ്യും. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയുള്ള നിയമനങ്ങൾക്ക് ഭിന്നശേഷി അവകാശ നിയമപ്രകാരമുള്ള സംവരണം ബാധകമാണെന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചു കഴിഞ്ഞു. സാമൂഹ്യ നീതി ഡയറക്ടറേറ്റ് മുഖേന ഭൗതിക ഉദ്യോഗങ്ങൾ നേരിടുന്ന കുട്ടികളുടെ അപമാനങ്ങളുടെ പ്രശ്നം അവർക്കൊരു സഹായം എന്ന നിലക്കാണ് ഇലക്ട്രിക് ഓട്ടോ സൗജന്യമായി നൽകുന്ന പദ്ധതി നടപ്പാക്കി വരുന്നത്. ആ പദ്ധതിക്കാണ് സ്നേഹയാന എന്ന് സാമൂഹ്യനീതി വകുപ്പ് പേര്. കേരള സംസ്ഥാന ഭിന്നശേഷി കോർപ്പറേഷൻ മുഖേന ബുദ്ധിപരമായ വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് സബ്സിഡിയോടുകൂടി വാഹന ലോൺ നൽകുന്ന പദ്ധതിയും നിലവിലുണ്ട്. ഇവിടെ ഭിന്നശേഷിക്കാർക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് വ്യക്തിഗത വരുമാനം അത് ആ വ്യക്തിഗത വരുമാനം മാത്രം മാനദണ്ഡമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒട്ടേറെ നിവേദനങ്ങൾ ലഭിക്കുന്നുണ്ട്. നവകേരള സദസ്സിന്റെ പ്രഭാത യോഗങ്ങളിലും ഈ ആവശ്യം ഉയർന്നു വന്നു. ഇത് ന്യായമായ ആവശ്യമാണ് എന്ന് മനസ്സിലാക്കുന്നത് സാധ്യതകൾ പരിശോധിച്ച് ഉചിതമായ തീരുമാനം കൈക്കൊള്ളുന്നതാണ്. ഇവിടെ പറയുകയുണ്ടായി വിവിധ ഏജൻസികളുടെ ഏകോപനം. ഇപ്പോൾ ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ, നിഷ്, നിപ്പ, ആരോഗ്യവകുപ്പ് കീഴിലുള്ള സ്ഥാപനങ്ങൾ ഇവയെല്ലാം മുഖേന കൃത്രിമ സഹായ ഉപകരണങ്ങൾ നിർമ്മിച്ച് വിതരണം ചെയ്തു വരുന്നു. ഈ സംവിധാനങ്ങളെ ഏകോപിപ്പിക്കുന്നതിന് അസിസ്റ്റീവ് ഡിവൈസസ് സംബന്ധമായ വിവരങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ച് വെബ്സൈറ്റ് വികസിപ്പിക്കുന്ന കാര്യം ഗൗരവമായി പരിഗണിക്കുന്നതാണ്. ആശ്വാസ സേവന പദ്ധതിയെക്കുറിച്ച് നേരത്തെ ഇവിടെ പറയുകയുണ്ടായി. ആശ്വാസ സേവന പദ്ധതിയിൽ 2023-24 സാമ്പത്തിക വർഷം 54 കോടി രൂപയാണ് വകയിരുത്തിയത്. ഇതിൽ നിന്ന് 15 കോടി രൂപ ചെലവഴിച്ചു. 2023 ആഗസ്റ്റ് മാസം വരെ ആധാർ, ലൈഫ് സർട്ടിഫിക്കറ്റ്, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ എന്നിവ ഹാജരാക്കിയവർക്ക് 13 മാസം
കേരളം ചെയ്തു കഴിഞ്ഞു. അവശേഷിക്കുന്നവർക്ക് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിന് നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. വാഹനങ്ങളുടെ കാര്യത്തിലുള്ള ഇളവിന്റെ പ്രശ്നം പറയുകയില്ല. ഇപ്പോ 7 ലക്ഷം രൂപ വരെയുള്ള വാഹനങ്ങൾക്കാണ് ഇപ്പോൾ ഇളവ് അനുവദിക്കുന്നത്. അത് 15 ലക്ഷം രൂപ വരെയുള്ള വാഹനങ്ങൾക്ക് ലഭ്യമാക്കണമെന്നാണ് ആവശ്യമായി വന്നിട്ടുള്ളത്. ആ ആവശ്യം ഗൗരവമായി പരിശോധിച്ച് ഉചിതമായ നടപടി സ്വീകരിക്കുന്നു. ഇവിടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത ഭിന്നശേഷിക്കാരുടെ പ്രശ്നം അവതരിപ്പിക്കുകയാണ്. അവർക്ക് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മുഖേന വാതിൽപ്പടി സേവനം നമ്മളിപ്പോൾ ലഭ്യമാക്കുന്നുണ്ട്. അത് കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള നടപടികൾ നമുക്ക് സ്വീകരിക്കും. നമ്മുടെ ലൈഫ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കൽ ഓരോ പദ്ധതിയിലും യഥാർത്ഥ ഗുണഭോക്താക്കൾ തന്നെയാണ് ആനുകൂല്യം ലഭ്യമാകുന്നത്. ഇത് ഉറപ്പുവരുത്തുന്നതിനും മരണപ്പെട്ടവര് അഥവാ ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന അവസ്ഥ ഉണ്ടായിപ്പോകുന്നത് ഒഴിവാക്കുന്നതിനുമാണ് ഗുണഭോക്താക്കൾ ആവശ്യമായ രേഖകൾ സമർപ്പിക്കണമെന്ന നിബന്ധന വെക്കുന്നത്. പക്ഷേ ഈ ലൈഫ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കുന്നതിന് പകരമായിട്ട് ആധാർ അധിഷ്ഠിത ഇലക്ട്രോണിക് മസ്റ്ററിംഗ് ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിവിധ വകുപ്പുകളുമായി ബന്ധപ്പെട്ടും വിവിധ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടും ഇലക്ട്രോണിക് സേവനങ്ങൾ ലഭ്യമാക്കേണ്ടതുണ്ട്. ഇതിനുള്ള ഏകീകൃത കേന്ദ്രങ്ങളായി അക്ഷയ കേന്ദ്രങ്ങളാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കും അക്ഷയ കേന്ദ്രത്തിൽ എത്തിച്ചേരുന്നതിന്റെ അസൗകര്യവും അത് മനസ്സിലാക്കി ഈ അക്ഷയ സംവിധാനം അത്തരം ആളുകളുടെ വീടുകളിൽ ചേർന്ന് മസ്റ്ററിംഗ് നടത്താൻ ഉദ്ദേശിച്ചു. അപ്പോൾ ആ പ്രശ്നം പരിഹരിക്കാൻ ബഡ്സ് സ്കൂളുകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലൂടെ ഉന്നയിക്കുകയാണ്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലാണ് ബഡ്സ് സ്കൂളുകളും ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററുകളും ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. യഥാർത്ഥത്തിൽ സ്കൂളിൽ എന്നതിനേക്കാൾ ബുദ്ധിപരമായ വെല്ലുവിളി അഭിമുഖീകരിക്കുന്ന ഭിന്നശേഷിക്കാരുടെ പകൽ പരിചരണ കേന്ദ്രം ആ നിലക്കാണ് ഇതിനെ നേരത്തെ വിഭാവനം ചെയ്തിട്ടുണ്ട്. ആ അർത്ഥത്തില് അവയെ ശക്തിപ്പെടുത്താനുള്ള നടപടികളാണ് സർക്കാർ കൈക്കൊണ്ടിരുന്നത്. നിലവിലെ 2-3 ബഡ്സ് സ്കൂളുകൾ ചേർത്ത് സ്പെഷ്യൽ സ്കൂളുകളാക്കൽ പ്രായോഗികമല്ല. അത് ബഡ്സിന്റെ സങ്കല്പത്തിൽ തന്നെ വിരുദ്ധമായ സമീപനമാണ്. അതിനകത്ത് പ്രശ്നമുള്ളത് ട്രെയിനർമാരുടെ വേതന സമകാലികമായി പരിഷ്കരിക്കുക, അത് ഗൗരവമായി പരിശോധിക്കുക. ഭിന്നശേഷിക്കാരുടെ സമഗ്രമായ പുനരധിവാസം അത് പൂർണ്ണമായ അർത്ഥത്തിൽ നടപ്പിലാക്കണമെന്ന ഉദ്ദേശത്തോടുകൂടിയാണ് അന്തർദേശീയ നിലവാരമുള്ള സമഗ്ര പുനരധിവാസ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചു. അതിന് പുനരധിവാസ ഗ്രാമങ്ങൾ സ്ഥാപിക്കപ്പെടും. അതോടെ ഭിന്നശേഷിക്കാർക്കും മുഴുവൻ സമയം പരിചരണം നൽകിയിരുന്ന അവരുടെ രക്ഷിതാക്കൾക്കും പൂർണ്ണമായ തരത്തിലുള്ള പുനരധിവാസം സാധ്യമാണ്. ഒരു പ്രശ്നം ഇവിടെ ഗൗരവമായി നിർദ്ദേശിക്കേണ്ടത് ഈ രക്ഷിതാക്കൾ മരണപ്പെടുന്നതോടെ ഇത്തരം ആളുകൾ തീർത്തും ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥയിൽ ആ അവസ്ഥ ഇതിന്റെ ഭാഗമായി ഇല്ലാതാണ്. പുനരധിവാസ ഗ്രാമങ്ങൾ എന്ന സർക്കാരിന്റെ നയം എത്രയും പെട്ടെന്ന് നടപ്പിലാക്കുക എന്നത് തന്നെയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഇപ്പോ കൊല്ലം, തിരുവനന്തപുരം, മലപ്പുറം ഈ ജില്ലകളിൽ
പുനരധിവാസ ഗ്രാമം സ്ഥാപിക്കുന്നതിനുള്ള ഭൂമി ലഭ്യമായത് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു. അതുമായി ബന്ധപ്പെട്ട തുടർ പ്രവർത്തനങ്ങൾ ത്വരിതഗതിയിൽ സ്വീകരിച്ചു വരികയാണ്. ഭിന്നശേഷിക്കാരായ 18 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് വൊക്കേഷണൽ പരിശീലനം, ഡേ കെയർ ഫെസിലിറ്റി, കമ്പ്യൂട്ടർ ട്രെയിനിങ്, ഷെൽട്ടേഡ് വർക്ക്ഷോപ്പ് ഇങ്ങനെയുള്ള പ്രോജക്റ്റുകൾക്ക് പ്രോജക്റ്റ് കോസ്റ്റിന്റെ 70% തുക സർക്കാർ ധനസഹായവും 30% തുക ബന്ധപ്പെട്ട NGO വഹിക്കുന്ന രീതിയിലുമാണ് അതിജീവന പദ്ധതി നടപ്പാക്കി വരുന്നത്. 13 NGO സ്ഥാപനങ്ങളെ ഈ പദ്ധതിയിൽ എൻഗേജ് ചെയ്തിട്ടുണ്ട്. ഭൗതിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്ക് വേണ്ടി പ്രത്യേക കരിക്കുലം തയ്യാറാക്കി അതിന്റെ അടിസ്ഥാനത്തിൽ പുതിയൊരു പദ്ധതി, അതാണ് നേരത്തെ പറഞ്ഞ ഉദ്യോഗനം എന്ന പേരിൽ നടപ്പാക്കുന്നതിന് സർക്കാർ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. സ്ഥിരമായ പരിചരണം ആവശ്യമുള്ള കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് താൽക്കാലികമായ ആശുപത്രി ആവശ്യമടക്കമുള്ള അസൗകര്യം ഉണ്ടാകുന്ന ഘട്ടത്തിൽ ആ കാലയളവിലേക്ക് മാത്രം കുട്ടികളെ പരിചരിക്കുന്നതിനും പാർപ്പിക്കുന്നതിനുമായി ഏറ്റവും ചുരുങ്ങിയത് ഒരു ബ്ലോക്കിൽ ഒരിടത്തെങ്കിലും സ്പെഷ്യൽ സ്കൂളോ ബ്ലോക്ക് റിസോഴ്സ് സെന്ററോ കേന്ദ്രീകരിച്ച് പ്രചോദനം പദ്ധതിയിൽ ഉൾപ്പെടുത്തി റിസ്പെക്ട് കെയർ സംവിധാനം ഒരുക്കുന്നത് പരിഗണിക്കും. കാഴ്ചപരിമിതിയുള്ളവർക്ക് ബ്രെയിൽ ബുക്ക് ഇപ്പോൾ ലഭ്യമാക്കുന്നുണ്ട്. കൂടുതൽ പുസ്തകങ്ങൾ ബ്രെയിലിലേക്ക് മാറ്റുന്നത് പരിഗണിക്കും. സർക്കാർ കെട്ടിടങ്ങൾ ഉൾപ്പെടെ എല്ലാ പൊതുവിടങ്ങളും ഭിന്നശേഷി സൗഹൃദമാകണമെന്ന് തന്നെയാണ് സർക്കാർ കാണുന്നത്. എല്ലാ ഇടങ്ങളിലും തടസ്സരഹിതമായി എത്തിച്ചേരാനാണ് ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ഭാഗമായി എല്ലാ നടപ്പാതകളിലും കൈവരികൾ നിർമ്മിക്കണം എന്ന് സർക്കാർ ഉദ്ദേശിക്കുന്നു. ഉയർന്ന നിലവാരമുള്ള റോഡുകൾ തയ്യാറാക്കുമ്പോൾ അതിന് സമാന്തരമായി നടപ്പാതകളും കൈവരികളും തയ്യാറാക്കി വരുന്നത്. ഗ്രാമീണ റോഡുകൾ നിർമ്മിക്കുമ്പോൾ 2 പ്രശ്നമുണ്ട്. നമ്മുടെ നാട്ടിലെ സ്ഥലത്തിന് വലിയ കുറവാണ്, ഉള്ള സ്ഥലങ്ങളൊക്കെ കുറവാണ്, വലിയ കഴിയുക. ഇപ്പോൾ റോഡിന് ആവശ്യമായ സ്ഥലം എടുക്കുമ്പോൾ അത്യാവശ്യ സ്ഥലം മാത്രമേ അത് നാട്ടുപുറങ്ങളിൽ എടുക്കുന്നുണ്ടാവും. അതൊരു ഭാഗം. പിന്നെ ഫണ്ടിന്റെ ലഭ്യതയുടെ പ്രശ്നം. ഏതായാലും ഈ കാര്യങ്ങൾ നടപ്പാക്കണമെന്ന് തന്നെയാണ് സർക്കാർ ആഗ്രഹിക്കുന്നത്. അത് ഗൗരവമായി പരിശോധിക്കുന്നത്. ഇവിടെ ഐക്കോൺസിന്റെ തിരുവനന്തപുരം കേരളത്തിൽ അന്യത്ര സേവന വ്യവസ്ഥയിൽ ന്യൂറോളജിസ്റ്റിനെ നിയമിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ന്യൂറോളജിസ്റ്റ് സേവനം ഷൊർണൂർ കേരളത്തിലും ലഭ്യമാക്കി വരുന്നു. അന്യത്ര സേവന വ്യവസ്ഥയിലോ കരാറടിസ്ഥാനത്തിലോ ഒരു സ്ഥിരം ന്യൂറോളജിസ്റ്റിനെ ഷൊർണൂർ കേരളത്തിൽ നിയമിക്കുന്നതിനുള്ള ഇടപെടലുകൾ നടത്തിവരികയാണ്. ഷൊർണൂർ കേരളത്തിൽ മെഡിക്കൽ സൂപ്രണ്ടിന്റെ തസ്തികയിൽ അന്യത്ര സേവനത്തിലുള്ള ഡോക്ടറുടെ നേതൃത്വത്തിൽ OPIP സേവനങ്ങൾ മുടക്കക്കൂടാതെ നൽകി വരുന്നു. ഇവിടെ റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട ഭിത്തിയിലാക്കുന്ന പ്രശ്നം ഉന്നയിക്കുന്നുണ്ട്. 2013 NFSA നിയമപ്രകാരം കേരളത്തിലെ ജനസംഖ്യയുടെ 43% മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെടുത്തുന്നതിന് മാനദണ്ഡമായി നിശ്ചയിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് അനുവദിച്ചിട്ടുള്ള ആകെ മുൻഗണനാ ഉപഭോക്താക്കളുടെ എണ്ണം 1,54,80,040. ഇതിൽ 5,90,985 AAY മഞ്ഞ കാർഡുകളിലേക്ക്,
20,06,025 ഗുണഭോക്താക്കൾ. പിന്നെ പിങ്ക് കാർഡ് 35,93,123 പിങ്ക് കാർഡുകളിലായി 1,33,78,566 ഗുണഭോക്താക്കളും. അപ്പോൾ കേരളത്തിലെ മുൻഗണനാ ലിസ്റ്റിൽ ഈ രണ്ട് വിഭാഗവും ഉൾപ്പെടുന്നു. ഭിന്നശേഷിക്കാരെ മുഴുവൻ മുൻഗണനാ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നത് ഇന്നത്തെ ഗതിയിൽ പ്രായോഗികമാവില്ല. നിരാലംബരായ കിടപ്പ് രോഗികൾ അവരുടെ റേഷൻ വിഹിതം ഓട്ടോറിക്ഷാ തൊഴിലാളികളുടെ സഹായത്തോടെ വീടുകളിൽ സൗജന്യമായി എത്തിക്കുന്ന ഒപ്പം എന്നൊരു പദ്ധതി എല്ലാ താലൂക്കുകളിലും നടപ്പാക്കിയിട്ടുണ്ട്. 134 ആദിവാസി വീടുകളിൽ സഞ്ചരിക്കുന്ന റേഷൻ കട ആ പദ്ധതിയിലൂടെ പ്രതിമാസ റേഷൻ വീതം നൽകി വരുന്നു. ഭിന്നശേഷിക്കാർ ഉൾപ്പെട്ടു വരുന്ന റേഷൻ കാർഡിലെ അംഗങ്ങൾക്ക് ശാരീരിക അവസ്ഥകളാൽ കടയിൽ നേരിട്ട് വന്ന് റേഷൻ വിഹിതം കൈപ്പറ്റാൻ കഴിയാത്ത പക്ഷം ഒപ്പം പദ്ധതിയുടെ പ്രയോജനം അത്തരം കുടുംബങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നത്. ഇവിടെ സംസ്ഥാനത്തുള്ള 7 സ്കൂളിലെ ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ 30/10/2023 ഇടക്കാല ഉത്തരവ് പ്രകാരം ഭിന്നശേഷി നിയമന നടപടികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിന് സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലും വിദ്യാഭ്യാസ ഓഫീസർമാർ ഉൾപ്പെടെയുള്ളവരെ അംഗങ്ങളായി നിയമിച്ചുകൊണ്ട് സെലക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ടുള്ള ഒരു പ്രപ്പോസൽ സുപ്രീം കോടതി മുൻപാകെ സർക്കാർ സമർപ്പിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കോടതി പ്രസ്തുത പ്രപ്പോസലിന് അനുമതി നൽകേണ്ടതാണ്. ആ അനുമതി നൽകുന്ന മുറക്ക് സെലക്ഷൻ കമ്മിറ്റിയുടെ മേൽനോട്ടത്തിൽ 7 സ്കൂളുകളിൽ ഭിന്നശേഷി നിയമന നടപടികൾ നടത്താൻ നമുക്ക് കഴിയും. അനുമതി കിട്ടിയാലേ ചെയ്യാൻ പറ്റും. അനുമതിക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുക. 7 കോളേജുകളുടെ പ്രശ്നം. 7 കോളേജുകളിലെ ഭിന്നശേഷി സംവരണം നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് 2016 ഭിന്നശേഷി അവകാശ നിയമം അനുശാസിക്കുന്ന വിധം വ്യക്തമായ മാനദണ്ഡങ്ങൾ ഉൾപ്പെടുത്തി സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു കഴിഞ്ഞു. പ്രസ്തുത ഉത്തരവ് നടപ്പിലാക്കി വരുന്നത് നിലവിൽ സർക്കാർ 7 കോളേജുകളിൽ ഭിന്നശേഷി സംവരണം നടപ്പാക്കുന്നുണ്ട്. ആ നടപ്പാക്കൽ സംബന്ധിച്ച് പ്രത്യേക പരാതികളൊന്നും ലഭിച്ചിട്ടുമില്ല. പിന്നെ ഭിന്നശേഷി സെൻസസിന്റെ കാര്യം അതേ രൂപത്തിൽ ആനയെ പറഞ്ഞുകൊണ്ട് ഇവിടെ ആളുകൾ ഉന്നയിക്കുകയുണ്ടായി. 2015 ഭിന്നശേഷി സെൻസസിൽ ഉൾപ്പെട്ടവർക്ക് വ്യക്തിഗത പരിപാലന പദ്ധതികൾ തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി 2018-19 ICP ഡാറ്റ കളക്ഷൻ നടത്തി ഡിജിറ്റലൈസേഷൻ പൂർത്തിയാക്കുന്നതോടെ സെൻസസ് ഡാറ്റ അപ്ഡേഷൻ നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ ഭിന്നശേഷിക്കാർക്ക് ആവശ്യമുള്ള വ്യക്തിഗത പദ്ധതികൾ താഴെ തട്ട് വരെ ലഭിക്കത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടപ്പാക്കാനും കഴിയും. ഗ്രാമസഭയുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞു. ഭിന്നശേഷി ഗ്രാമസഭ ഓർമ്മ അതിന് 10% ഓർമ്മ നിശ്ചയിക്കുന്നത്. എന്നാൽ സാധാരണ ഗ്രാമസഭക്കാണ് പ്രത്യേക പരിഗണന നൽകുന്ന വിഭാഗങ്ങളിലാണ് ഭിന്നശേഷിക്കാരുടെ ഗ്രാമസഭകൾ വാർഡ് തലത്തിലല്ല പഞ്ചായത്ത് തലത്തിൽ പ്രത്യേകമായി വീഴ്ച ചേർക്കുന്നത്. അപ്പൊ അതിന് കോറം നിശ്ചയിച്ചാൽ കുറച്ച് പ്രശ്നമില്ല. അതുകൊണ്ടാണ് കോറം നിശ്ചയിക്കാറ്. ഭിന്നശേഷിക്കാർക്ക് ഗ്രാമസഭകളിൽ പങ്കെടുക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ യോഗം നടക്കാറില്ല. കോറത്തിൽ കുറഞ്ഞു പോയാൽ അപ്പോൾ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാത്ത അവസ്ഥ വരും. അത് പദ്ധതി മുടങ്ങിപ്പോകുന്നതിനിടയാക്കി. അപ്പോൾ അത് ഭിന്നശേഷിക്കാരെ തന്നെയാണ് പ്രതികൂലമായി ബാധിക്കുക. അപ്പോൾ വേണ്ടത് അത് നല്ല ബോധവൽക്കരണം നടത്തി കഴിയാവുന്നത്ര ആളുകൾ പഞ്ചായത്ത് തലത്തിലുള്ള യോഗത്തിൽ പങ്കെടുക്കുക എന്നുള്ളതാണ്. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്.
ഭിന്നശേഷി അവകാശ നിയമപ്രകാരം വിവിധ ആനുകൂല്യങ്ങൾക്ക് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റിയുള്ളവർ, അത് 40% മുതൽ ഭിന്നശേഷിക്കാരായവർ അവർ അർഹരാണ് വിവിധ ആനുകൂല്യങ്ങൾ. അതിൽ ഉയർന്ന പുതുമയാണ് ആവശ്യമുള്ളവർക്ക് അധിക ആനുകൂല്യങ്ങൾ നൽകാവുന്നതാണെന്ന് വ്യവസ്ഥ അതിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഇത് വിവേചനമില്ലാത്ത വ്യവസ്ഥകളാണ്. അതെല്ലാ ആനുകൂല്യങ്ങൾക്കും പരിഗണിക്കുന്ന കാര്യം നോക്കാവുന്നതാണ്. പിന്നെയുള്ള പ്രശ്നം പൊതുവിടങ്ങളിലും മറ്റും ഭിന്നശേഷിക്കാർക്ക് ബങ്കുകള്, പാർലറുകൾ അനുവദിക്കലാണ്. ഇത് തദ്ദേശ സ്ഥാപനങ്ങളാണ് നിർവഹിക്കുന്നത്. ടൂറിസം കേന്ദ്രങ്ങളിലെ സ്റ്റാളുകളും ബങ്കുകളും വ്യാപാരത്തിനായി അനുവദിച്ചു നൽകുമ്പോൾ ഭിന്നശേഷിക്കാരായ സംഘടനകൾക്ക് കൂടി പരിഗണന നൽകണമെന്ന് എല്ലാ DPPC സെക്രട്ടറിമാർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മറ്റത് തദ്ദേശ സ്ഥാപനങ്ങളോട് നമുക്ക് ആവശ്യപ്പെടാം ഈ കാര്യം പരിഗണിക്കണം. ബസ്സുകളിൽ നിലവിലുള്ള യാത്രാനുമതികളുണ്ട്. അതിന് പുറമെ കൂടുതൽ അളവുകൾ അനുവദിക്കുന്നത് ഗൗരവമായി പരിശോധിക്കേണ്ട കാര്യമാണ്. പല കാര്യങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇപ്പോൾ അത് സംബന്ധിച്ച നിലപാട് പറയാൻ കഴിയുന്നില്ല. കേന്ദ്ര സർക്കാർ യോഗത്തിന്റെ 4 ഇരട്ടിയുള്ള തുകയാണ് സംസ്ഥാന വിഹിതമായി ഉൾപ്പെടുത്തി ഭിന്നശേഷി ക്ഷേമ പെൻഷൻ നൽകി വരുന്നു. അതാണ് ഇപ്പോഴത്തെ സ്ഥിതി. അർഹമായ കേന്ദ്ര വിഹിതം കൃത്യമായി നൽകുന്നില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പൊ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്ന പുറത്ത് നിങ്ങളുടെ പെൻഷൻ മാത്രമല്ല എല്ലാ ക്ഷേമ പെൻഷനും വർദ്ധിപ്പിക്കണമെന്നത് തന്നെയാണ് സർക്കാർ നിൽക്കുന്നത്. അത് എത്രയും വേഗം നടപ്പാക്കണമെന്നാണ് ആഗ്രഹം. സാമ്പത്തിക സ്ഥിതിയാണ് അതിലൊരു ഘടകമായി നിൽക്കുന്നത്. 2017 വരെ 80% ഭിന്നശേഷിയുള്ളവർക്ക് പെൻഷനായി 700 രൂപയും അതിന് മുകളിലുള്ളവർക്ക് 1100 രൂപയുമായിരുന്നു അനുവദിച്ചു വന്നത്. 2016 അധികാരത്തിൽ വന്ന LDF സർക്കാർ പെൻഷൻ തുക ഗണ്യമായി വർദ്ധിപ്പിച്ച് ഘട്ടഘട്ടമായി 1600 രൂപയായി എല്ലാവർക്കും തുല്യ രീതിയിൽ അത് വിതരണം ചെയ്യുകയാണ്. ഭിന്നശേഷി പെൻഷൻ അർഹരായവർക്ക് മറ്റേതെങ്കിലും സാമൂഹ്യക്ഷേമ പെൻഷന് അർഹതയുള്ള പക്ഷം മറ്റൊരു പെൻഷൻ കൂടി അനുവദിച്ചു നൽകുന്നത്. നമ്മുടെ ദേശീയ തൊഴിലുറപ്പ് നിയമപ്രകാരം കേന്ദ്ര സർക്കാർ ഉപയോഗിക്കുന്ന പൊതുമാർഗനിർദ്ദേശങ്ങൾ, ആ പൊതുമാർഗനിർദ്ദേശങ്ങൾക്ക് അനുസൃതമായാണ് ഇളവുകൾ തൊഴിലുറപ്പ് പദ്ധതിയിൽ നൽകാനാവും. സംസ്ഥാനത്തിന് മാത്രമായിട്ട് അങ്ങനെ തീരുമാനിക്കാനാവില്ല. അപ്പോൾ മാർഗനിർദ്ദേശങ്ങൾക്ക് വിധേയമായി പരമാവധി ഇളവുകൾ നൽകുന്നത് പരിഗണിക്കുന്നത്. ലോട്ടറി ടിക്കറ്റ് വിതരണം ചെയ്യുന്ന ലോട്ടറി ഓഫീസുകൾ ഭിന്നശേഷി സൗഹൃദമാക്കാനുള്ള നടപടികൾ ഇപ്പോൾ സ്വീകരിച്ചു വരുന്നു. കെട്ടിടങ്ങളുടെ മുകളിൽ ചിലപ്പോൾ ലോട്ടറി ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ടാവും. അപ്പോൾ അവിടെ ഭിന്നശേഷിക്കാർക്ക് എത്തിപ്പെടുന്നതിന് വലിയ പ്രയാസങ്ങളുണ്ടാവും. ഇത് പരിഹരിക്കാൻ കെട്ടിടങ്ങളുടെ താഴത്തെ നിലയിൽ തന്നെ ലോട്ടറി ഓഫീസുകൾ പ്രവർത്തിപ്പിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്രാവശ്യത്തെ ബജറ്റില് ഭാഗ്യക്കുറി ഓഫീസുകൾ പൂർണ്ണമായും ഭിന്നശേഷി സൗഹൃദമാക്കും എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ലോട്ടറി ടിക്കറ്റുകളുടെ അച്ചടി വർദ്ധിപ്പിക്കാൻ 2024 ബജറ്റിൽ തീരുമാനിച്ചു. ഈ വർധനവിന് ആവശ്യമായ ചില സാങ്കേതിക മാറ്റങ്ങൾ നറുക്കെടുപ്പ് യന്ത്രത്തിലും ഭാഗ്യക്കുറി ഓഫീസുകളിലെ സോഫ്റ്റ്വെയറിൽ വരുത്തേണ്ടതുണ്ട്. ഇതിനാവശ്യമായ നടപടികൾ ദ്രുതഗതിയിൽ സ്വീകരിക്കുക. ഈ സാമ്പത്തിക വർഷം തന്നെ
2 തവണയായി വൻകിട ഏജന്റുമാരുടെ ടിക്കറ്റുകൾ കുറവ് വരുത്തി ഭിന്നശേഷിക്കാർക്കും ചെറുകിട ഏജന്റുമാർക്കും നൽകാൻ ഉത്തരവ് നൽകിയിട്ടുണ്ട്. പിന്നൊരു പ്രധാന പ്രശ്നം പൊതുഗതാഗത സംവിധാനങ്ങൾ ഭിന്നശേഷി സൗഹൃദമാക്കലാണ്. അതിന് ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നമ്മുടെ സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി പുതുതായി നിരത്തിൽ നടത്തുന്ന വാഹനങ്ങൾ ഭിന്നശേഷി സൗഹൃദമാക്കുന്നത് പരിശോധിക്കുന്നതാണ്. പാർപ്പിട പദ്ധതിയുടെ ഭാഗമായി ആശുപത്രികളെ ഭിന്നശേഷി സൗഹൃദവും വയോജന സൗഹൃദവും ട്രാൻസ്ജെൻഡർ സൗഹൃദവുമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ആശുപത്രികളിലെ വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കും തുടരുന്ന രീതിയിലുള്ള ടോയ്ലറ്റുകൾ, ഫർണിച്ചറുകൾ, കിടക്കകൾ എന്നിവ സജ്ജീകരിക്കുന്നതിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എല്ലാ ആശുപത്രികളിലും ഇതിനുള്ള സൗകര്യം ഉറപ്പാക്കും. ഭിന്നശേഷിക്കാരെ തൊഴിൽ നികുതിയിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കിയിട്ടുണ്ട്. വസ്തുനികുതി നിശ്ചയിക്കുന്നത് മൂല്യാധിഷ്ഠിതമായ നിലവിൽ 60 ദിവസം വരെ വിസ്തൃതിയുള്ള കെട്ടിടങ്ങളെ നികുതിയിൽ നിന്നും പൂർണ്ണമായി ഒഴിവാക്കിയിട്ടുണ്ട്. എല്ലാവർക്കും തുല്യപരിഗണന നൽകുന്നതിന്റെ ഭാഗമായി ഭിന്നശേഷിക്കാർക്ക് ഉൾപ്പെടെ പങ്കെടുക്കാനാകുന്ന കായിക മത്സരങ്ങൾ ഭിന്നശേഷി സൗഹൃദമാക്കാൻ തീരുമാനിച്ചു. ഇതിനായി നിലവിലെ സ്പോർട്സ് മാനുവലിന് പകരം ഇൻക്ലൂസീവ് സ്പോർട്സ് മാനുവൽ വികസിപ്പിച്ചു. ഭിന്നശേഷിക്കാർക്കായി സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര മത്സരങ്ങളുടെ മാതൃക പിൻപറ്റിയാണ് ഇൻക്ലൂസീവ് സ്പോർട്സ് മാനുവലിൽ ഭിന്നശേഷിക്കാർക്കായുള്ള ഇനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പരിശോധന പൂർത്തീകരിച്ച് മാനുവൽ ഉടൻ പ്രസിദ്ധീകരിക്കും. സ്പോർട്സ് കോട്ട നിയമനത്തിൽ ഒരു വർഷം 50 നിയമനങ്ങൾ നടത്തിവരും. ഇതിൽ 2 ഒഴിവ് പാരാ കായിക താരങ്ങൾക്ക് നീക്കിവെച്ചു. കേരളത്തിലെ ആദ്യത്തെ ഭിന്നശേഷി സ്റ്റേഡിയം 10 കോടി രൂപ ചെലവിൽ ഒറ്റപ്പാലത്ത് നിർമ്മിക്കുന്നതാണ്. ഇവിടെ സ്പോർട്സ് അക്കാദമി ആരംഭിക്കുന്നത് പരിഗണിക്കുന്നതാണ്. കലാകായിക മേഖലകളിൽ കഴിവ് തെളിയിക്കുന്ന ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് ധനസഹായം ലഭ്യമാക്കുന്ന ശ്രേഷ്ഠം പദ്ധതിയിലൂടെ ഭിന്നശേഷിക്കാരായ കായിക താരങ്ങൾക്ക് ദേശീയവും സംസ്ഥാന തലത്തിലുള്ളതുമായ സ്ഥാപനങ്ങളിൽ പരിശീലനം നൽകുന്നതിനുള്ള നടപടി സ്വീകരിച്ചു വരുന്നു. സാങ്കേതിക വിദ്യാഭ്യാസ പരിശീലനത്തെ കുറിച്ച് പറഞ്ഞല്ലോ. അതിന് നിർമ്മിത ബുദ്ധി ഉൾപ്പെടെയുള്ള ആധുനിക സാങ്കേതിക വിദ്യാഭ്യാസമായ അസിസ്റ്റീവ് ഡിവൈസസ് ഉപയോഗിക്കാനുള്ള പരിശീലനം ഇപ്പൊ തന്നെ നടത്തിവരുന്നത്. നമ്മുടെ രാജ്യത്ത് ആദ്യമായാണ് കാഴ്ചപരിധി നേടുന്ന വിദ്യാർത്ഥികൾ SSLC പരീക്ഷ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് എഴുതാൻ അവസരം നൽകിയിട്ടുണ്ട്. എല്ലാവരെയും ശ്രദ്ധയിലുള്ള കാര്യമായിരിക്കും. കമ്പ്യൂട്ടർ ടൈപ്പിംഗിന് സഹായകമായ രീതിയിൽ ബ്രെയിൽ ലിപി, ശാരദാ ദേവി ബ്രെയിൽ ലിപി വികസിപ്പിച്ചത് നമ്മുടെ നാട്ടിൽ കേരളത്തിലാണ്. സ്കൂളുകളിൽ ക്രിയാത്മകമായി ഇടപെടാൻ അവസരമൊരുക്കിയാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ നടപ്പിലാക്കുന്നത്. ഭിന്നശേഷി സൗഹൃദമാക്കുന്നത് സ്കൂളുകളിൽ നല്ല രീതിയിൽ പുരോഗമിക്കുന്നുണ്ട്. അത് കൂടുതൽ ശക്തിപ്പെടുത്തുകയും ചെയ്യും. ഭാര്യയും ഭർത്താവും ഭിന്നശേഷിക്കാരായാലും രക്ഷിതാക്കളുടെ സഹോദരങ്ങൾക്കൊപ്പം ഭിന്നശേഷിക്കാരായി അത്തരം കുടുംബങ്ങളുടെ സ്ഥിതി മനസ്സിലാക്കി പിന്തുണക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് പ്രത്യേകമായ കേസാണ്. നമുക്ക് പ്രത്യേകമായി പരിശോധിച്ചാണ് ചെയ്യാൻ പറ്റുന്നത്. ഉപകരണങ്ങൾ അറ്റകുറ്റപ്പണി നടത്തി ഉപയോഗമാക്കുന്നതിന് പരിശീലനം നടത്തുന്നതിന് നമ്മള് കണ്ണൂർ യൂണിറ്റ് ആരംഭിക്കുന്നത് നടത്തിയെടുക്കുന്നുണ്ട്. കാസർഗോഡ് മോഡൽ ചൈൽഡ് റിഹാബിലിറ്റേഷൻ സെന്റർ കേന്ദ്രീകരിച്ച്
ഈ സംവിധാനം പ്രവർത്തിപ്പിക്കാനും ഉദ്ദേശിക്കുന്നത്. ലൈഫ് മിഷന്റെ മാനദണ്ഡങ്ങൾ കൃത്യമായിട്ടുള്ളതാണ്. ആ മാനദണ്ഡങ്ങൾ അനുസരിച്ച് ആ മാനദണ്ഡങ്ങൾ ഉൾപ്പെടുന്നവർക്ക് മാത്രമേ ലൈഫ് മിഷന്റെ വീടിന് അർഹതയുണ്ടാവും. അപ്പൊ അതില് ഭിന്നശേഷിക്കാർക്ക് നല്ല മുൻഗണന കൊടുത്തിട്ടുണ്ട്. എന്താണ് അതിന്റെ പ്രശ്നമെന്ന് പരിശോധിച്ചാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. നമുക്ക് പരിശോധിച്ചു നോക്കാം. കാരണം മാനദണ്ഡങ്ങളിൽ പ്രകാരം അർഹതയിലേക്ക് നമ്മൾ ഓരോരുത്തരും ഞാൻ അർഹതയുള്ളവരാണ് നിശ്ചയിച്ചാൽ അർഹത വരില്ല. അതാണോ അല്ല മാനദണ്ഡത്തിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ അത് നമുക്ക് പരിശോധിക്കാം. എയർപോർട്ടിന്റെ കാര്യത്തിൽ ഇപ്പൊ തന്നെ ഞാൻ നടപടികൾ എടുത്തിട്ടുണ്ട്. ഇനി അതിന്റെ കാര്യത്തിൽ കൂടുതൽ എന്തെങ്കിലും നടപടി സ്വീകരിക്കണമെന്ന് നമുക്ക് പരിശോധിക്കാവുന്നതാണ്. പരിപാലനരെ നല്ല രീതിയിൽ പരിഗണിക്കുക. പല നിർദ്ദേശങ്ങളും വന്നിട്ടുണ്ട്. അതില് എന്തൊക്കെയാണ് ചെയ്യാൻ കഴിയാന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. അതിനനുസരിച്ച് നടപടികൾ സ്വീകരിക്കാം. സിനിമയുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. അത് നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയാമെന്ന് ഗൗരവമായി പരിശോധിക്കും. സ്റ്റേറ്റ് ഫണ്ട് ഫോർ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ഇത്തരമൊരു ഭിന്നശേഷി അവകാശപ്രകാരമുള്ള നിർദ്ദേശമാണ്. അതിലെ നിർദ്ദേശം ഇപ്പം തന്നെയുണ്ട്. ഇതിനായിട്ട് നടപടി ആരംഭിച്ചിട്ടുണ്ട്. 2024-25 ബജറ്റിലെ തുക വകയിരുത്തിയിട്ടുണ്ട്.